അഹങ്കാരത്തിന്റെ ദുരാത്മാവ്, സ്പിരിറ്റ് ഓഫ് പ്രൈഡ്. ഞാൻ ചെയ്താലേ ശരിയാകുള്ളൂ, ഞാൻ പറയുന്നതാണ് ശരി. അത് ആരെ അംഗീകരിക്കില്ല. കുടുംബത്തിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ആരെ അംഗീകരിക്കില്ല, ആരെ ഉൾക്കൊള്ളുകയില്ല. ചിലപ്പോൾ പറയുന്നത് ശുദ്ധ മണ്ഡലത്തിലായിരിക്കും, ചെയ്തു കൂട്ടുന്നത് മഹാമണ്ഡലത്തിലായിരിക്കും, എന്നാൽ സമ്മതിക്കില്ല. മാർക്കോസിന് ശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ ലഗിയോൺ ബാധിച്ച ദുരാത്മാവിനെ പുറത്താക്കുന്ന സമയത്ത് അവന്റെ സാന്നിധ്യത്തിൽ പിശാച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്തിന് എന്റെ കാര്യത്തിൽ ഇടപെടുന്നു? ഭാര്യ ആയിരിക്കാം, മക്കളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, ചിലപ്പോൾ പിള്ളേരൊക്കെ അപ്പം അവരൊക്കെ ചോദിക്കുന്നത് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട, ഞങ്ങൾക്കറിയാം എന്നെ ചെയ്യേണ്ടതെന്ന്. ഈ തിന്മയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഹങ്കാരത്തിന്റെ ധ്വനി, അഹങ്കാരത്തിന്റെ സ്പിരിറ്റ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം സംഭവിക്കുന്നതെന്നറിയാം, അവൻ പ്രാർത്ഥനയിൽ നിന്നകലും, ദൈവത്തിൽ നിന്നകലും. ദാറ്റ്സ് എ ക്ലിയർ സൈൻ. അതായത് പ്രാർത്ഥനാ ജീവിതം ഇല്ലാതിരിക്കുന്നത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. അവനിൽ ഈ അഹങ്കാരത്തിന്റെ ദുരാത്മാവ് പ്രവർത്തിക്കുന്നു എന്നതിന്റെ അടയാളമാണ് പ്രാർത്ഥന ഇല്ലാതിരിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൽ ഡിപെൻഡ് ചെയ്യുക, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുക. പ്രാർത്ഥന ഇല്ലാതിരിക്കുന്ന അവനെ ചെയ്യുന്നറിയാം, അവർ അവനിൽ തന്നെ ആശ്രയിക്കുക. അതാണ് പ്രഭാഷണ പുസ്തകം 14-16 പറഞ്ഞു വെച്ചിരിക്കുന്നത്, നിനക്ക് നന്മയെന്ന് തോന്നുന്നത് ഒരുപക്ഷെ നിന്നെ മരണത്തിലേക്ക് പോലും നയിക്കുന്നതാകാം. ശ്രദ്ധിക്കുക, ഈ തിന്മ വചനം പറയുന്നത് അഹങ്കരിച്ച് തീരുന്നതിന് മുമ്പേ ഏത് വിഷയത്തിലാണോ അഹങ്കരിക്കുന്നത് ആ വിഷയത്തിൽ അടിയിട്ടുക.